റിപ്പോർട്ട് ചെയ്ത കേസുകളെക്കുറിച്ചുള്ള കണക്കുകളാണ് പല പഠനങ്ങളിലൂടെയും കാണുന്നത്. എന്നാൽ ഇത് ടിപ്പ് ഓഫ് ദ ഐസ്ബർഗാണ്. ശരിക്കുള്ള പ്രശ്നത്തിൻ്റെ വ്യാപ്തി വളരെ വളരെ വലുതാണ്. റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത കേസുകൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 57% ആയിരിക്കില്ല, 90% കുട്ടികളും ഏതെങ്കിലും തരത്തിലുള്ള ലൈംഗിക അതിക്രമങ്ങൾക്ക് ഒരു തവണയെങ്കിലും വിധേയമാകുന്നതിനുള്ള സാധ്യതകളാണ് കൂടുതൽ കാണുന്നത്. ഇപ്പോൾ പൊതുവെ ശരിക്കും ഇപ്പോൾ ഡോക്ടർ തന്നെ പറയുന്നു, റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു 90%-ലധികം കുട്ടികൾ ഇതിന് ഇരയാകുന്നു. എന്തുകൊണ്ടാണ് കുട്ടികൾ ഇത് പുറത്തു പറയാൻ മടിക്കുന്നത്? കുട്ടികൾ പുറത്തു പറയാൻ മടിക്കുന്നതിന് പല കാരണങ്ങളുണ്ട്. പ്രധാനമായിട്ടും അവരുടെ ഭയമാണ് ഇതെങ്ങനെ പുറത്ത് പറയുമെന്നുള്ളത്. രണ്ടാമതായിട്ടുള്ളത് ഇത്തരം ഒരു സംഗതി പുറത്ത് പറഞ്ഞ് അത് വാലിഡേറ്റ് ചെയ്യുന്ന ലീഗൽ പ്രൊസീജിയർ എന്ന് പറയുന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പം ഭയങ്ങളെന്ന് പറയുമ്പോഴത്തേക്കിന് ഇത്തരം കാര്യങ്ങൾ ഓർമ്മിക്കപ്പെടുവാനായിട്ട് ആർക്കും തന്നെ താല്പര്യമുണ്ടാവില്ല, കുട്ടികൾക്ക് പ്രത്യേകിച്ച്. അപ്പം ഇത് മറ്റാരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓർമ്മിക്കപ്പെടുന്നതിനുള്ള സാധ്യത കൂടുവാണ്. ഇത് ഞാൻ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കിന് അത് മറ്റുള്ളവർ വിശ്വസിക്കുമോ എന്നുള്ള ഒരു ഭയമുണ്ട്. ഇത് ഞാൻ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് മനസ്സിലാകുമോ, ഇത് ഞാൻ എങ്ങനെ പറഞ്ഞ് പ്രകടിപ്പിക്കും. കുട്ടികൾക്കിത് പറയുന്നതിനുള്ള വൊക്കാബുലറി ഒന്നും ഉണ്ടാവണമെന്നില്ല. പ്രത്യേകിച്ച് അവയവം ബോഡി പാർട്സിനെ കുറിച്ച് പറയുന്നതിന് കുട്ടികളുടെ വൊക്കാബുലറി അത്രത്തോളം ഡെവലപ്ഡ് ആയിട്ടുണ്ടാവണമെന്നില്ല. പിന്നെ സ്നേഹം നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഭയമുണ്ട്. പ്രത്യേകിച്ച് വീട്ടിൽ നിന്നുള്ള ഒരു പീഡനമാകുമ്പോഴത്തേക്കിന് ആ കാര്യത്തെക്കുറിച്ച് കൂടുതലായിട്ട് പറയുമ്പോഴത്തേക്കിന് അത് തന്നോടുള്ള സ്നേഹം കുറഞ്ഞു പോകുമോ, അല്ലെങ്കിൽ ഫാമിലിയിലുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, ഫാമിലിയുടെ ശിഥിലീകരണത്തിലേക്ക് തന്നെ എത്തിപ്പെടാവുന്ന ചില കാര്യങ്ങളിലേക്ക് വരെ ഇത് നയിച്ചെന്നിരിക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള ഭയങ്ങൾ കുട്ടികളെ ഇത് പറയുന്നതിൽ നിന്ന് പലപ്പോഴും പിന്തിരിപ്പിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. അതൊക്കെ കൂടിപ്പോയാൽ കുട്ടി വീട്ടിൽ പറയുമായിരിക്കും, അല്ലെങ്കിൽ ആരോടും പറയാതെ തന്നെ ഉള്ളിൽ അടക്കിക്കൊണ്ടായിരിക്കും നടക്കുന്നത്. ഇപ്പോൾ ഡോക്ടർ, ഇപ്പോൾ സാധാരണ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങളാണെങ്കിൽ ഇപ്പോൾ അശ്ലീല ചുവകലർന്ന കമന്റ് ഉൾപ്പെടെ സാധാരണ ലൈംഗിക അതിക്രമങ്ങളിൽ പെടുന്നുണ്ട്. ഇപ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ നേരെയുള്ള ഈ പറയുന്ന ലൈംഗിക അതിക്രമങ്ങളിൽ എന്തൊക്കെയാണ് സാധാരണ ഉൾപ്പെടുന്നത്? കുട്ടികളോടുള്ള ലൈംഗിക അതിക്രമങ്ങൾ നമ്മൾ പലതരത്തിലുള്ളതുണ്ട്. നമ്മൾ ഒരു 2 വിഭാഗങ്ങളായിട്ട് തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒന്ന് ഡയറക്റ്റായിട്ട് ടച്ചിങ് ഒഫൻസസ്. അവിടെ നേരിട്ട് കുട്ടിയെ സ്പർശിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്നു. പിന്നെ ഏത് തരത്തിലുള്ള ലൈംഗിക ചൊവ്വയോടുകൂടിയുള്ള അല്ലെങ്കിൽ ലൈംഗിക താല്പര്യം മുൻനിർത്തിയുള്ള ഏത് പ്രവൃത്തിയും കുട്ടികൾക്ക് നേരെ ഉണ്ടാകുകയാണെങ്കിൽ അത് ലൈംഗിക അതിക്രമങ്ങളുടെ പട്ടികയിൽ വരുന്നതാണ്. ടച്ചിങ് ഒഫൻസസ് എന്ന് പറയുമ്പോഴത്തേക്കിന് അത് കുട്ടിയെ ലൈംഗിക ചൊവ്വയോടെ താല്പര്യത്തോടെ ലൈംഗിക ഉത്തേജനത്തിനായി തൊടുക, തലോടുക, തടവുക, ലാളിക്കുക, അല്ലെങ്കിൽ ശാരീരിക ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് പ്രൈവറ്റ് പാർട്സിൽ സ്പർശിക്കുക, ലൈംഗിക ഉത്തേജനത്തിന് വേണ്ടി ശ്രമിക്കുക, ഇങ്ങനെയുള്ള നിരവധി പ്രവർത്തനങ്ങളുണ്ട്. അത് ഫിംഗറിങ് തൊട്ട് ഫിംഗറിങ്ങിലേക്കും പിന്നീട് അത് പെനിട്രേഷനിലേക്കും ലൈംഗിക ബന്ധത്തിലേക്കും ഒക്കെ ഏർപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ടച്ചിങ് ഒഫൻസസ് എന്ന് പറയുന്നത്. മറ്റൊരു വിഭാഗത്തിൽ വരുന്നത് നോൺ ടച്ചിങ് ആയിട്ടുള്ള ഒഫൻസസ് ആണ്. അവിടെ കുട്ടിയെ നേരിട്ട് സ്പർശിക്കുന്നില്ല, പക്ഷേ ഈ ലൈംഗിക കാര്യങ്ങളിൽ അനാവശ്യമായിട്ട് കുട്ടിയുടെ സ്വാതന്ത്ര്യത്തിൽ കൈ കടത്തുന്നുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ കുട്ടിക്ക് ഒരു അശ്ലീല പുസ്തകം കൊടുക്കുക, മാസിക കൊടുക്കുക, വീഡിയോ CD-കൾ കൊടുക്കുക, അല്ലെങ്കിൽ ഇൻഡീസൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പോഷർ, ലൈംഗിക അവയവങ്ങൾ കുട്ടി അപ്രതീക്ഷിതമായിട്ട് കുട്ടിയെ കാണിക്കുക. അപ്പം ഇത്തരത്തിലൊക്കെയുള്ള നോൺ ടച്ചിങ് ആയിട്ടുള്ള ഒഫൻസസും ഉണ്ട്. ഇത് എല്ലാം തന്നെ കുട്ടിയുടെ മാനസികമായിട്ടുള്ള ഒരവസ്ഥയിൽ വ്യത്യാസങ്ങൾ വരുത്തുന്നുണ്ട്. അതിൻ്റെ അകത്ത് അക്രമത്തിൻ്റെ അളവ് പലതരത്തിലാണെന്നേ ഉള്ളൂ. എല്ലാം തന്നെ ലൈംഗിക അതിക്രമങ്ങളുടെ പട്ടികയിൽ വരുത്താവുന്ന സംഗതികളാണ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഏജ് ഗ്രൂപ്പ് എന്തായാലും വ്യത്യാസപ്പെട്ടിരിക്കും അല്ലേ? ഇപ്പോൾ സാധാരണഗതിയിൽ ഇപ്പോൾ ഡോക്ടറുടെ ഒരു അനുഭവത്തിൽ നിന്നൊക്കെ പറയുകയാണെങ്കിൽ ഏകദേശം ഏജ് ഗ്രൂപ്പിൽ ഇടയിൽപ്പെട്ട കുട്ടികളാണ് ഏറ്റവും കൂടുതൽ പീഡനത്തിന് ഇരയാകുന്നത്? പഠനങ്ങളിലൊക്കെ കാണുന്നത് 5 വയസ്സ് മുതലേ പല കുട്ടികളും പീഡിപ്പിക്കപ്പെടുന്നുണ്ടെന്നുള്ളതാണ്. അപ്പം ഏറ്റവും ഇതിൻ്റെ ഒരു പീക്ക് ടൈം എന്ന് പറയുന്നത് 12 വയസ്സ് തൊട്ട് 15 വയസ്സ് വരെയുള്ള പ്രായത്തിലാണ് കൂടുതലായിട്ടും കുട്ടികൾ ഉപദ്രവിക്കപ്പെടുന്നതിനുള്ള സാധ്യത കാണുന്നത്. അതിനുശേഷം ഒരു ഡിക്ലൈനാണ് കാണുന്നത്. എന്നിരുന്നാൽ തന്നെ ഏത് പ്രായത്തിലുള്ള കുട്ടിയെയും ഉപദ്രവിക്കപ്പെടാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. എല്ലാ കുട്ടികളും ഒരുപോലെ വൾണറബിൾ ആണ് എന്ന് വേണം പറയാനായിട്ട്. ഇപ്പോൾ ഒരു കുഞ്ഞിന് ഇപ്പോൾ അമ്മയ്ക്കൊക്കെ ആണെങ്കിൽ സാധാരണ ഏറ്റവും വലിയത് കേൾക്കുമ്പോൾ തന്നെ ഒരുപാട് ടെൻഷൻ സ്വാഭാവികമായിട്ട് ഉണ്ടായിരിക്കാം. ഇപ്പോൾ സ്വന്തം കുഞ്ഞ് ഇത്തരത്തിലുള്ള ഏതെങ്കിലും ലൈംഗിക അതിക്രമത്തിന് ഇരയായിട്ടുണ്ട് എന്ന് ഒരു അമ്മയ്ക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുക? അതിന് പല ഇൻഡിക്കേഷൻസ് ഉണ്ട്. ഒരു കുട്ടിക്കും ഇത്തരത്തിലുള്ള ഒരു ലൈംഗിക പീഡനത്തെ
ടോളറേറ്റ് ചെയ്യാനായിട്ടുള്ള മാനസിക പാകത ഉണ്ടായിരിക്കണമെന്നില്ല. അതുമായിട്ട് കോപ്പ് ചെയ്യുന്നതിനുള്ള മാനസിക പാകത ഒരു കുട്ടിക്കും ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് തന്നെ നിരന്തരമായിട്ട് ലൈംഗിക പീഡനത്തിന് ഇരയാവുന്ന ഒരു കുട്ടിയിൽ പല പല ലക്ഷണങ്ങൾ, ശാരീരികമായിട്ടുള്ള ലക്ഷണങ്ങളും ബിഹേവിയറലായിട്ടുള്ള സയൻസ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് ശാരീരികമായിട്ടുള്ള ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ ഒരു ലക്ഷണം മാത്രം എടുത്ത് നമുക്ക് അതിനർത്ഥം കുട്ടിക്കുണ്ട് ഇത് പ്രായപൂർത്തിയാവുന്നതിന് മുൻപുള്ള പ്രഗ്നൻസി ഒഴിച്ച് ബാക്കിയുള്ള ഒരു ഇൻഡിക്കേഷനും ഫിസിക്കൽ ഇൻഡിക്കേഷൻ വെച്ച് നമുക്ക് ഒരു നിഗമനത്തിലെത്തുവാനായിട്ട് സാധിക്കില്ല. അതേസമയം തുടർച്ചയായിട്ട് കുട്ടിക്ക് യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാവുക, നടക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവുക, ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുക, മലമൂത്ര വിസർജനത്തിന് ബുദ്ധിമുട്ടുണ്ടാവുക, കുട്ടിയിലെ ലൈംഗിക രോഗങ്ങൾ, പകർച്ച രോഗങ്ങളുടെ സാന്നിധ്യം ഉണ്ടാവുക. അപ്പം ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും കൂടുതലായിട്ടുള്ള നിരീക്ഷണങ്ങൾ ആവശ്യമാണ്. ഇപ്പം മാനസികമായിട്ട് ഇപ്പോൾ കുട്ടി വേറെ എന്തെങ്കിലും തരത്തിൽ, ഇപ്പോൾ ഡോക്ടർ പറഞ്ഞൊക്കെ ഫിസിക്കലായിട്ടുള്ള കണ്ടീഷൻസ്, മെൻ്റലി കുട്ടി എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള പെരുമാറ്റത്തിൽ പല പല വ്യത്യാസങ്ങൾ കാണുവാനായിട്ട് സാധിക്കും. ഉദാഹരണത്തിന് പെട്ടെന്നൊരു ദിവസം കുട്ടി പറയുകയാണ് ഞാൻ ആ സ്ഥലത്തേക്ക് പോകുന്നില്ല, അല്ലെ അയാൾ ചീത്തയാണ്, ഞാൻ അങ്ങോട്ട് പോകത്തില്ല, ഞാൻ ഇനി മുതൽ ട്യൂഷൻ ക്ലാസ്സിൽ പോകുന്നില്ല, അല്ലെങ്കിൽ ജിമ്മിൽ പോകുന്നില്ല, അല്ലെങ്കിൽ ബാൻഡിൻ്റെ പ്രാക്ടീസിന് പോകുന്നില്ല, അങ്ങനെ പെട്ടെന്ന് പറയുന്നു. പെട്ടെന്ന് തന്നെ കുട്ടിയുടെ വസ്ത്രധാരണത്തിൽ വ്യത്യാസം ഉണ്ടാകുന്നു. കൂടുതൽ സുരക്ഷിതം എന്ന് തോന്നുന്ന വസ്ത്രങ്ങൾ ധരിക്കുന്നു. അല്ലെങ്കിൽ അത്രയും നാളും നല്ല രീതിയിൽ വസ്ത്രം ധരിച്ചുകൊണ്ടിരുന്ന കുട്ടി ഒരു സുപ്രഭാതത്തിൽ വളരെ കെയർലെസ് ആയിട്ട് വസ്ത്രം ധരിക്കുന്നു. പ്രായത്തിനപ്പുറം ലൈംഗിക കാര്യങ്ങളെക്കുറിച്ച് അറിയാം എന്ന തരത്തിൽ കുട്ടി സംസാരിക്കുന്നു. കുട്ടിക്ക് അപ്രതീക്ഷിതമായിട്ട് ഗിഫ്റ്റുകൾ ലഭിക്കുന്നു. ഇതെവിടെ നിന്നാണെന്ന് ചോദിക്കുമ്പോൾ കുട്ടി ഒരുപക്ഷെ പറയുന്നുണ്ടാവില്ല. അപ്പം ഇത്തരത്തിൽ ഉള്ള പല ലക്ഷണങ്ങളും തുടർച്ചയായിട്ടോ അത് കൂടെ പലതിൻ്റെ ഒരു കോമ്പിനേഷനിൽ നമ്മൾ കാണുമ്പോഴത്തേക്കിന് മാതാപിതാക്കൾ തീർച്ചയായിട്ടും കൂടുതലായി ശ്രദ്ധയോടുകൂടിയുള്ള നിരീക്ഷണം ഇവിടെ ആവശ്യമായിട്ട് വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ വിഷയത്തിന്റെ പ്രസക്തി ഇത്രയേറെയാണെങ്കിൽ പോലും പുറത്തറിയുന്ന കണക്കുകൾ വളരെ അപൂർവം മാത്രമാണ്, അല്ലേ? അതെ, കുട്ടികൾ ഒരുപക്ഷെ മാനസികമായും ശാരീരികമായും തളരുമ്പോഴായിരിക്കും ഒരുപക്ഷെ ഈ സത്യം നമ്മൾ തിരിച്ചറിയുന്ന പോലും. എന്തായാലും നമ്മൾ മാതാപിതാക്കൾ ഈ വിഷയത്തെക്കുറിച്ച് വളരെയേറെ ജാഗ്രത പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. വനിതയിൽ ഇനി ഒരു ചെറിയ ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വീടിനുള്ളിൽ വെച്ചാണ് പലപ്പോഴും ലൈംഗിക അതിക്രമങ്ങൾക്ക് കുട്ടികൾ ഇരയാവുന്നത്. വനിത brought to you by 100% 916 BAS Hallmark Gold. Malabar Gold, beauty meets quality. അദ്ദേഹം ഒരിക്കലും പറയില്ല ഞാൻ ടയർഡാണെന്ന്. അതിനാൽ അദ്ദേഹത്തിന് വേണം പുതിയ ഹോർലിക്സ് ലൈറ്റ്. ഹൈ പ്രോട്ടീനും അയണും സ്ട്രെങ്തും സ്റ്റാമിനയ്ക്കും വേണ്ടി. ഷുഗറും കൊളസ്ട്രോളും ഒട്ടുമില്ല. Moments like these speak gold. മലയാള മനോരമ, മലയാളത്തിന്റെ സുപ്രഭാതം. പണ്ടൊക്കെ ആണെങ്കിൽ പഞ്ചാംഗം നോക്കണം, ജോത്സനെ കാണണം, ഒരിടത്ത് പോകണമെങ്കിൽ റെയിൽവേ ട്രെയിൻ ടേബിൾ തിരിച്ചും മറിച്ചും നോക്കണം, എന്തിനൊന്ന് ഫോൺ ചെയ്യണമെങ്കിൽ കോടും തിരക്ക് നടക്കണം. ഇപ്പൊ എല്ലാം മനോരമ കലണ്ടറിലുണ്ട്. കലണ്ടർ മനോരമ തന്നെ. കുട്ടികളുടെ ലൈംഗിക ചൂഷണം ഇന്നൊരു ആഗോള പ്രശ്നമാണ്. കണക്കുകൾ പ്രകാരം ഇന്ന് പല രാജ്യങ്ങളും കുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നവരുടെ എണ്ണം വളരെയധികം കൂടി വരുന്നു. ഉദാഹരണം പറയുകയാണെങ്കിൽ ഫിലിപ്പൈൻസ്, തായ്ലാൻഡ്, ശ്രീലങ്ക, നേപ്പാൾ തുടങ്ങിയ രാജ്യങ്ങളിൽ കുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നവരുടെ എണ്ണം ഇന്ന് വളരെയധികം വർദ്ധിച്ചു വരുന്നതായാണ് പഠനങ്ങൾ പറയുന്നത്, അല്ലേ? ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സാക്ഷി എന്ന സർക്കാരേതര സംഘടനയുടെ കണക്കുകൾ പ്രകാരം ഏകദേശം 80% പെൺകുട്ടികളും പീഡിപ്പിക്കപ്പെടുന്നത് അവരവരുടെ ഗാർഹിക അന്തരീക്ഷങ്ങളിലോ അതുപോലെ തന്നെ സുഹൃത്ത് വലയങ്ങളിലോ ആണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഗൗരവകരമായ വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വനിത ചർച്ച ചെയ്യുന്നതും ഈ വിഷയത്തെക്കുറിച്ചാണ്. കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം. ഡോക്ടർ, ഇപ്പോൾ സാധാരണ ഇത്തരത്തിലുള്ള ലൈംഗിക അതിക്രമങ്ങൾ നടക്കുന്നത് ഇപ്പോൾ വീട്ടിനുള്ളിൽ വെച്ചാണ് സാധാരണ കണക്കുകളും അല്ലെങ്കിൽ പറഞ്ഞൊക്കെ തന്നെ കേൾക്കാറുണ്ട്. ഇതാണ് ശരിയായിട്ടുള്ളത്?
വീടിനുള്ളിൽ വെച്ചാണ് പലപ്പോഴും ലൈംഗിക അതിക്രമങ്ങൾക്ക് കുട്ടികൾ ഇരയാവുന്നത്. പല ഈ പീഡിപ്പിക്കപ്പെട്ട പല ആളുകളും പിടിക്കപ്പെട്ട ആളുകളുണ്ട്. അവർ പറയുന്നത് പലപ്പോഴും മാതാപിതാക്കളുടെയും അല്ലെങ്കിൽ വേണ്ടപ്പെട്ട ആളുകളുടെയും മുന്നിൽ വെച്ചോ അല്ലെങ്കിൽ അടുത്തിരുന്നോ ഒക്കെയാണ് അവരിത് ചെയ്യുന്നത്. പക്ഷേ ആരും അത് തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പം കൂടുതലായിട്ടും കുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നത് ഒരു വീടിൻ്റെ അന്തരീക്ഷത്തിലോ വീടിൻ്റെ ഉള്ളിൽ വെച്ചോ അല്ലെങ്കിൽ വീടിൻ്റെ സൈഡിലോ എവിടെയെങ്കിലും വെച്ചോ ഒക്കെ ആയിരിക്കും അതാണ് കൂടുതലായിട്ട് കാണുന്നത് നമ്മൾ. ഡോക്ടർ, ഇപ്പോൾ കുട്ടികൾ എന്ന് പറയുമ്പോൾ ആൺകുട്ടികളും പെൺകുട്ടികളും ഇതിൽ ഉൾപ്പെടുമല്ലോ. ഇപ്പോൾ സാധാരണ ഇപ്പോൾ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് ഡോക്ടർക്ക് പറയാനുള്ളത് ആൺകുട്ടികളാണോ പെൺകുട്ടികളാണോ കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്നത്? നമ്മുടെ ഇന്ത്യയിലെ പഠനങ്ങളൊക്കെ കാണിക്കുന്നത് 53% ആൺകുട്ടികളിലും 47% പെൺകുട്ടികളും എന്നുള്ളത്. പക്ഷേ അത് ശരിയാവണമെന്നില്ല. കൂടുതലായിട്ടും പെൺകുട്ടികളാവാം പീഡിപ്പിക്കപ്പെടുന്നത്. അതുപോലെ തന്നെ ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് വൾണറബിൾ ആയിട്ടുള്ള ചില കുട്ടികളുണ്ട്. ചില പ്രത്യേക ഘടകങ്ങൾ അവരെ ഈ ലൈംഗിക പീഡനത്തിലേക്ക് തള്ളിവിടുന്നതായിട്ടുള്ള അല്ലെങ്കിൽ അവർ ഇരകളാക്കപ്പെടുന്നതിനുള്ള സാഹചര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരു ചൈൽഡ്, എന്തെങ്കിലും തരത്തിലുള്ള വൈകല്യമുള്ള ഒരു കുട്ടി. പലപ്പോഴും നമ്മൾ വിചാരിക്കും ഇങ്ങനത്തെ ഒരു കുട്ടിയെ ആരും പീഡിപ്പിക്കാനായിട്ട് ശ്രമിക്കില്ല. പക്ഷേ ഇങ്ങനത്തെ കുട്ടികളിൽ ലൈംഗിക പീഡനത്തിന് ഇരയാവുന്നതിനുള്ള സാധ്യത ഇരട്ടിയാണ്. അതുപോലെ കുടുംബ പ്രശ്നങ്ങളുള്ള കുട്ടികൾ, ഒരു സിംഗിൾ പേരൻ്റ് ആയിട്ടുള്ള കുട്ടികൾ, ബ്രോക്കൺ ഫാമിലിയിൽ നിന്ന് വരുന്ന കുട്ടികൾ, ഗ്രാൻഡ് പേരൻസിൻ്റെ കൂടെ വളരുന്ന കുട്ടികൾ, അപ്പോൾ ഇത്തരത്തിലുള്ള കുട്ടികളൊക്കെ തന്നെ കൂടുതലായിട്ട് പീഡിപ്പിക്കപ്പെടുന്നതിനുള്ള സാധ്യതയുള്ള ഗ്രൂപ്പിൽ വരുന്ന കുട്ടികളാണ്. അതുപോലെ കൂടുതൽ സുഹൃത്തുക്കളൊന്നും ഇല്ലാത്ത കുട്ടികൾ, അവരൊരു ലോ സെൽഫ് എസ്റ്റീം ഉള്ള കുട്ടികൾ, കൂടുതൽ ആക്റ്റീവ് അല്ലാത്ത കുട്ടികൾ, ഇങ്ങനെയുള്ള കുട്ടികളെ ആയിരിക്കാം ഈ ലൈംഗിക പീഡനത്തിന് വരുന്ന ആളുകൾ സെലക്ട് ചെയ്യുന്നത്. ശരി. ഈ ലൈംഗിക പീഡനത്തിന് ഇരയാക്കുന്നവർ അവരുടെ ഒരു മാനസികാവസ്ഥ അല്ലെങ്കിൽ ഏത് തരം ആൾക്കാരാണ് ഇത്തരത്തിന് തുനിയുന്നത്, കുട്ടികളെ ലൈംഗികമായിട്ട് ഉപയോഗിക്കുന്നത്? പൊതുവെ നമ്മൾ പല തരത്തിലുള്ള പല ലക്ഷ്യങ്ങൾ വെച്ചാവാം ആളുകൾ ലൈംഗിക പീഡനത്തിന്, പ്രത്യേകിച്ച് കുട്ടികളെ ലൈംഗികമായിട്ട് ദുരുപയോഗം ചെയ്യുന്നതിന് വരുന്നത്. ഒന്ന്, കൗമാരപ്രായക്കാരുടെ ഇടയിൽ തന്നെയുള്ള ചില സെക്സ് പ്ലേകളുണ്ട്. ഇപ്പം കൗമാരപ്രായക്കാർക്ക് കുറേ വിവരങ്ങൾ ഇതിനെക്കുറിച്ച് കിട്ടും, കുറേ ഇൻഫർമേഷൻസ് കിട്ടുന്നുണ്ട്. അത് തെറ്റോ ശരിയോ ഒക്കെ ആവും. അത് ട്രൈ ഔട്ട് ചെയ്യുന്നതിന് വേണ്ടി പവർലെസ് ആയിട്ടുള്ള ഒരു കുട്ടിയുടെ മേലെ ഇവന്മാർ കയറാൻ പോകും. അപ്പം ഇത് വലിയ പ്രായവ്യത്യാസങ്ങളൊന്നും ഇല്ലാത്ത കുട്ടികൾ തമ്മിലുള്ള സെക്ഷൽ അബ്യൂസാണ്. മറ്റൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിഡോഫിലിക്സ് ഉണ്ട്. അത് ലൈംഗിക വൈകൃതമാണ്. കുട്ടികളെ വിചാരിച്ചാൽ മാത്രം, കുട്ടികളെക്കുറിച്ചുള്ള ഫാൻറ്റസികൾ മാത്രമാണ് അവർക്ക് ലൈംഗിക ഉത്തേജനത്തിന് സഹായകരമാകുന്നത്. അപ്പം അതൊരു ലൈംഗിക വൈകൃതമായിട്ട് മാനസിക രോഗമായിട്ടുമാണ് നമ്മളതിനെ കാണുന്നത്. അപ്പം ഇത്തരക്കാർക്ക് സാധാരണ ഒരു പങ്കാളിയോട്, ഒരു മുതിർന്ന പങ്കാളിയോട് യാതൊരു തരത്തിലുള്ള ലൈംഗിക ഉത്തേജനമോ ലൈംഗിക താല്പര്യമോ ഉണ്ടായിരിക്കുകയില്ല. ഇവർക്ക് കുട്ടികളോട് മാത്രമായിരിക്കും ലൈംഗിക താല്പര്യവും ഉത്തേജനവും ഒക്കെ ലഭിക്കുന്നത്. ഇങ്ങനത്തെ ആളുകൾ കുട്ടികളെ തപ്പി ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയായിരിക്കും. മൂന്നാമതൊരു ചൈൽഡ് മൊളസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്. അവർ സ്വാഭാവികമായിട്ട് ജീവിക്കുന്ന ആളുകളാണ്, സാധാരണ ആളുകളെ പോലെ ജീവിക്കുന്നവരാണ്. മുതിർന്ന ഒരു പങ്കാളി അവർക്കുണ്ടാവാം, വിവാഹിതരാവാം, അവർക്ക് മുതിർന്ന ആളുകളുമായിട്ടുള്ള ലൈംഗിക ബന്ധം ഉണ്ടാവുന്നതിന് യാതൊരു തടസ്സവുമില്ല. അതേസമയം അവസരം കിട്ടിയാൽ കുട്ടികളോടും ലൈംഗികമായി ബന്ധപ്പെടുന്നതിന് യാതൊരു മടിയുമില്ലാത്ത മൂന്നാമതൊരു കൂട്ടം ആളുകളുണ്ട്. 66% സെക്ഷൽ ഒഫൻഡേഴ്സിനും അവരവരുടെ ഇരകളെ മുൻകൂട്ടി അറിയാമെന്നുള്ളതാണ് വസ്തുത. കുടുംബ ബന്ധങ്ങൾ ഒട്ടും ദൃഢമല്ല എന്നതിന് തെളിവാണ് 32% പീഡോഫിൽ സ്വന്തം മക്കളെ തന്നെ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും ദുഃഖകരമായ മറ്റൊരു കാര്യം 49% പീഡോഫിൽസും അൺസ്റ്റേബിൾ ആയിട്ടൊരു കുട്ടികളെയും ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കുന്നു എന്നാണ്. ഇതുകൊണ്ട് തന്നെ നമ്മുടെ കുടുംബ ബന്ധങ്ങൾ എത്ര ശിഥിലമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം, അല്ലേ? എന്തായാലും ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഇരുത്തി ചിന്തിക്കേണ്ട സമയമായിരിക്കുന്നു. വനിതയിൽ ഒരു ചെറിയ ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം ഇത് പരസ്പര കരുതലിൻ്റെയാണ്. അവിടെ ഒരു പരസ്പര ശുശ്രൂഷയുടെയാണ്, പരസ്പര ബഹുമാനത്തിൻ്റെയാണ്, പരസ്പര കൂട്ടായ്മയുടെയാണ്. ഇങ്ങനെയുള്ള ചില ആശയങ്ങളാണ് പ്രധാനമായിട്ടും കുട്ടികളോട് ഈ ലൈംഗികതയെക്കുറിച്ച് പറയുന്നതിനുള്ള അടിസ്ഥാന ഫിലോസഫി. വനിത brought to you by 100% 916 BAS Hallmark Gold. Malabar Gold, beauty meets quality. മനോരമ ആരോഗ്യം സ്പെഷ്യൽ വിഭാഗം. മാറാരോഗങ്ങളെ വിശ്വാസ ചികിത്സയ്ക്ക് മാറ്റാനാകുമോ? മരുന്നില്ലാതെ രോഗശാന്തി തരുന്ന വ്യക്തിത്വങ്ങളെയും കേന്ദ്രങ്ങളെയും അടുത്തറിയാം. ഒപ്പം അത്ഭുതാനുഭവങ്ങളും ശാസ്ത്രീയ പഠനങ്ങളും. മനോരമ ആരോഗ്യം, മലയാളിയുടെ കുടുംബ ഡോക്ടർ. ഇതാണ് പണിയില്ലാ കുട്ടൻ. ജോലി ചെയ്യുന്നവരോട് ഇദ്ദേഹത്തിന് വലിയ ബഹുമാനമൊന്നുമില്ല. ജോലിക്ക് പോണം, എവനും പണിയില്ലേ?
എന്നാൽ നാട്ടുകാരുടെ ഇടയിൽ നല്ല മതിപ്പാണ്. പോയി വല്ല ജോലിയും ചെയ്യടാ. എനിക്ക് അലർജിയാണ്. പ്രത്യേകിച്ച് ജോലി ഇല്ലാത്തവരുടെ പ്രൊഫസറാണ്. തൊഴിൽ വീതി എന്നും വായിക്കല്ലേ, പണിയാവേ. ശരിയാണ്, ജോലി ചെയ്യണോ തൊഴിൽ വീതി തന്നെ വായിക്കണം. ചെറുകിട കുത്തകൾക്കെതിരെയുള്ള പ്രകടനത്തിൽ വൻകിട ആക്രമണം. ശബരിമലയിൽ ആദ്യമായി അരവണയുടെ ദൗർലഭ്യം. ചരിത്രത്തിലാദ്യമായി ഒരു യുവതി സന്നിധാനത്തിൽ. സെപ്റ്റിക് ടാങ്കിലെ മാലിന്യം പമ്പയിലേക്ക്. മല ചവിട്ടിയ റഷ്യക്കാർ. ഈ മണ്ഡലകാലത്തെ ശബരിമല വിശേഷങ്ങൾ കാണുക ടോപ്പ് റിപ്പോർട്ടർ ഇന്നുച്ചയ്ക്ക് 3:30. ടോപ്പ് റിപ്പോർട്ടർ brought to you by ഫ്രാൻസിസ് ആലുക്കാസ് നിങ്ങളുടെ വിശ്വാസം കാക്കുന്നു. അമിത പണിക്കൂലി ഈടാക്കാതെ തന്നെ. in association with V-Star Vanessa, bra, panty and camisole. ഇന്നത്തെ വനിത ചർച്ച ചെയ്യുന്ന വിഷയം കുട്ടികളുടെ ലൈംഗിക അതിക്രമമാണ്. കേരളത്തിന്റെ സാമൂഹ്യക്ഷേമ വകുപ്പിന്റെ കണക്കുകൾ പ്രകാരം 1997-നും 2007-നും ഇടയ്ക്ക് നടത്തിയ സർവേ അനുസരിച്ച് 1996 കുട്ടികളാണ് ലൈംഗികമായി പീഡിപ്പിക്കപ്പെടുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു വലിയൊരു കണക്കാണിത്, അല്ലേ? കുടുംബ ബന്ധങ്ങൾക്ക് ഏറെ മൂല്യം കൽപ്പിക്കുന്ന കേരളത്തിലും സ്ഥിതി ഒട്ടും വ്യത്യസ്തമല്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ വീടിനുള്ളിൽ ഒട്ടും സുരക്ഷിതരല്ല. കേരള സാമൂഹ്യക്ഷേമ വകുപ്പിന്റെ കണക്കനുസരിച്ച് ചൈൽഡ് മോളസ്റ്റേഷൻ 1010 ആണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിന്റെ പ്രസക്തി ഏറുകയാണ്, അല്ലെ? ഇന്ന് വനിത ചർച്ച ചെയ്യുന്നത് കുട്ടികളെ ലൈംഗിക ചൂഷണത്തെക്കുറിച്ചാണ്. കൂടുതൽ വിശദാംശങ്ങളിലേക്ക്. ശരിക്കും പറഞ്ഞാൽ ഒരു ഭാവി ജീവിതത്തെ, പ്രത്യേകിച്ച് ഒരു വൈവാഹിക ജീവിതത്തേക്ക് ഇത് എത്രത്തോളം ബാധിക്കാറുണ്ട്? അത് ഒരു കുട്ടിയെ ഉപദ്രവിക്കുന്നത് വീട്ടിൽ തന്നെയുള്ള ഒരാളാണെന്നിരിക്കട്ടെ. ആ കുട്ടി, ആ ആൾ എന്ന് പറയുന്നത് കുടുംബാംഗമാണ്, ബന്ധുവാണ് എങ്കിൽ അയാൾ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫിഗറാണ്. ഈ പ്രൊട്ടക്റ്റീവ് ഫിഗറിൻ്റെ അടുത്തിൽ നിന്ന് ഇങ്ങനത്തെ ഒരു 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 ഇടപെടൽ ഉണ്ടാകുമ്പോഴത്തേക്കിന് കുട്ടിയുടെ ബേസിക് ട്രസ്റ്റ്, ഞാൻ ആരെ വിശ്വസിക്കുമെന്ന് പറയുന്ന ഒരു സംഗതിക്ക് വ്യത്യാസമുണ്ടാകും. അപ്പോൾ ഇത്തരത്തിലൊരു ട്രസ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നതിന് ഉള്ള സാധ്യതകൾ അവിടെ ഇല്ലാതാകുകയാണ്. കുട്ടിക്ക് ആരെയും വിശ്വാസമില്ലാത്ത ഒരവസ്ഥയിലാണ് കുട്ടി വളർന്നു വരുന്നത്. അത് ക്രമേണ അത് കുട്ടിയുടെ വ്യക്തിത്വം രൂപപ്പെടുന്നതിൽ കാര്യമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. പ്രത്യേകിച്ച് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്ന വളരെ ഗുരുതരമായിട്ടുള്ള വ്യക്തിത്വ വൈകല്യം, പേഴ്സണാലിറ്റി ഡിസോർഡർ, അതൊക്കെ ഉണ്ടാകുന്ന കുട്ടികളിൽ ഇൻവേരിയബിളി ഇത്തരത്തിലുള്ള ലൈംഗിക പീഡനങ്ങൾ നടന്നിട്ടുണ്ട്, പ്രത്യേകിച്ച് ഒരു പ്രൊട്ടക്റ്റീവ് ഫിഗറിൽ നിന്ന്. അതുമാത്രമല്ല, കുട്ടിയുടെ ഒരു സെൽഫ് എസ്റ്റീമിനെ, കുട്ടിയുടെ ഒരു ആത്മവിശ്വാസത്തെ, ഒരു സ്വയബോധത്തെ ഒക്കെയും ഇത് തകർക്കുന്നുണ്ട്. കുട്ടിക്ക് പലപ്പോഴും വർത്ത്ലെസ് ആയിട്ടുള്ള ഫീലിംഗ് ആണ്. എന്നെ ഇനി ഒന്നിനും കൊള്ളില്ല, ഹെൽപ്ലെസ് ആണ്, എന്നെ ആരും സഹായിക്കാനില്ല, എൻ്റെ ഭാവി ഇരുളടഞ്ഞതാണ്. ഇത്തരത്തിലുള്ള നിരവധി ചിന്തകൾ കുട്ടിയിൽ ഇതിനോടൊപ്പം ഉണ്ടാകും. അതുപോലെ ഇനി എന്തിനു ജീവിക്കണം, ചിലപ്പം സെൽഫ് ഇഞ്ചൂറിയസ് ആയിട്ടുള്ള ബിഹേവിയറുകളിൽ ഇടപെടാം, ആത്മഹത്യാ പ്രവണതകൾ കാണിക്കാം, വിഷാദത്തിലേക്ക് വഴുതിപ്പോകാം, മറ്റ് സാമൂഹിക ബന്ധങ്ങളിൽ കുടുംബാംഗങ്ങളുമായിട്ടുള്ള ഇടപെടലുകളിൽ നിന്നൊക്കെയും കുട്ടി പിന്തിരിയുന്നതിനുള്ള അല്ലെ ഉൾവലിയുന്നതിനുള്ള സാധ്യതകളൊക്കെയും ഉണ്ട്. അപ്പം ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഭാവിയിൽ കുട്ടിയുടെ വ്യക്തിത്വത്തെ ഇത് സാരമായിട്ട് ബാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പം അങ്ങനെ രൂപപ്പെടുന്ന വൈകല്യമുള്ള ഒരു വ്യക്തിത്വം അത് തീർച്ചയായിട്ടും കുടുംബജീവിതത്തെയും ഭാവി ഒരു കരിയർ ഡെവലപ്പ് ചെയ്യുന്നതിനെയൊക്കെ കുട്ടിയുടെ ഭാവിയെ വളരെ സാരമായിട്ട് തന്നെ ബാധിക്കും. ഇപ്പം ഈ സാധാരണ ഇപ്പോൾ ഒരു അമ്മയ്ക്ക് അല്ലെങ്കിൽ അച്ഛനും മനസ്സിലാവുകയാണ് ഒരു കുഞ്ഞ് ഇത്തരത്തിൽ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ കുട്ടിക്ക് മാനസികമായിട്ടൊക്കെ എന്ത് തരത്തിലുള്ള പിന്തുണയാണ് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അമ്മയ്ക്കും അച്ഛനൊക്കെ ചെയ്തു കൊടുക്കാൻ സാധിക്കുക? ഇത്തരം ഒരു വാർത്ത അറിയുമ്പോൾ, അല്ലെ ഇത്തരം ഒരു കാര്യം തൻ്റെ കുട്ടിക്ക് സംഭവിച്ചു എന്നുള്ളത് അറിയുമ്പോൾ തീർച്ചയായിട്ടും മാതാപിതാക്കൾ വളരെ വൈകാരികമായിട്ട് പ്രതികരിക്കും. പക്ഷേ ഇവിടെ വൈകാരികമായിട്ടുള്ള പ്രതികരണങ്ങളെക്കാൾ ഉപരിയായിട്ട് കുട്ടി വളരെ അവ്യക്തമായിട്ടായിരിക്കും, കുറച്ച് സൂചനകൾ മാത്രമായിരിക്കും പറയുന്നത്, മുഴുവനായിട്ട് പറയാനായിട്ട് കുട്ടിക്ക് സാധിക്കുന്നുണ്ടാവില്ല. അപ്പോൾ കുട്ടിക്ക് കൂടുതലായിട്ട് ഫ്രീ ആയിട്ട് സംസാരിക്കുന്നതിനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെ കുട്ടിക്കൊരു വെന്റിലേഷൻ നടക്കുന്നതിനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കണം. ഇവിടെ ഒരു നോൺ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡിൽ കുട്ടിയെ കേൾക്കാൻ തയ്യാറാകുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പോലീസ് മുറയിൽ കുട്ടികളോട് ചോദ്യങ്ങൾ ചോദിക്കും. ഇതെവിടെ വെച്ചാണ്, എങ്ങനെയാണ്, എന്താണ്, ആരൊക്കെയാണ്, എത്ര തവണയാണ്, എന്തുകൊണ്ട് പറഞ്ഞില്ല
അപ്പോൾ ഇത്തരത്തിൽ ചോദിക്കുന്നതിന് പകരം നോൺ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു വിമർശന ബുദ്ധിയോടുകൂടി അല്ലാത്ത ഒരു രീതിയിൽ കുട്ടിയോട് ഇടപെടേണ്ടതുണ്ട്. അതുപോലെ കുട്ടിയെ റീഅഷ്യൂർ ചെയ്യണം, ഇത് നിൻ്റെ കുഴപ്പം കൊണ്ടല്ല, നീ എന്നോട് പറഞ്ഞത് വളരെ ശരിയായി. ഇത് കുട്ടിക്ക് സംശയമുണ്ടാവും, ഈ കാര്യം ഞാൻ പറഞ്ഞത് തെറ്റാണോ എന്നുള്ളത്, ഇത് ഞാൻ വെളിപ്പെടുത്തിയത് തെറ്റായിപ്പോയോ എന്നുള്ളത്. തീർച്ചയായിട്ടും അവിടെ കുട്ടിയെ റീഅഷ്യൂർ ചെയ്യേണ്ടത് ഇത് നീ പറഞ്ഞത് വളരെ ശരിയായിട്ടുള്ള കാര്യമാണ്, ഇത് നിൻ്റെ കുഴപ്പം കൊണ്ടല്ല. കുട്ടിക്ക് പലപ്പോഴും ആ സെൽഫ് ബ്ലെയിം ആയിരിക്കും തോന്നുന്നത്, എൻ്റെ കുഴപ്പം കൊണ്ടാണല്ലോ ഇങ്ങനെ സംഭവിച്ചത്, അപ്പം നിൻ്റെ കുഴപ്പം കൊണ്ടല്ല സംഭവിച്ചത്. അപ്പം ഇത്തരത്തിൽ കുട്ടിയെ റീഅഷ്യൂർ ചെയ്യുന്നത് തന്നെ ഈ ഒരു സംഭവം കൊണ്ട് കുട്ടിയുടെ മനസ്സിലുണ്ടായ മുറിവുകൾ ഉണങ്ങുന്നതിനുള്ള ആദ്യത്തെ പടിയാണ്. പിന്നീട് കുട്ടിയെ ഇനി എന്താണ് അവിടെ സംഭവിക്കാൻ പോകുന്നത്, എങ്ങനെയാണ് ഇത്, ഞങ്ങളിത് കൈകാര്യം ചെയ്തോളാം, ഇനി നീ ഇതിനെക്കുറിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല, ഞങ്ങളിത് ടേക്കപ്പ് ചെയ്യും എന്നുള്ള ഒരു റീഅഷ്യൂറൻസും കുട്ടിക്ക് കിട്ടണം. അതുപോലെ തന്നെ കുട്ടിയെ വിശ്വസിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു സംഗതി. കുട്ടി പറയുന്ന കാര്യത്തെ നിങ്ങൾ അവിശ്വസിക്കേണ്ട കാര്യമില്ല. വളരെ അപൂർവമായി മാത്രമേ കുട്ടികൾ തങ്ങൾ ലൈംഗികമായി ഉപദ്രവിക്കപ്പെട്ടു എന്ന കഥകൾ കെട്ടിച്ചമയ്ക്കാൻ സാധ്യതയുള്ളൂ. അപ്പം കുട്ടിയെ വിശ്വസിക്കുക. അപ്പം എന്നെ വിശ്വസിക്കാനായിട്ട് ഇവർക്ക് സാധിക്കുന്നുണ്ട്, എൻ്റെ ഫീലിങ്സ് മനസ്സിലാക്കാനായിട്ട് ഞാൻ പറയുന്ന ആളുകൾക്ക് സാധിക്കുന്നുണ്ട്. അത് വളരെ റീഅഷ്യൂറിംഗ് ആണ്, ആ സിറ്റുവേഷനെ മുഴുവൻ സൂത്തം ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പം ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ പടിയായി കുട്ടികളോട് ഇങ്ങനത്തെ എന്തെങ്കിലും ഉപദ്രവങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടുള്ള കുട്ടികളോട് അവരെ റീഅഷ്യൂർ ചെയ്യുന്നതിൻ്റെ ആദ്യത്തെ പടിയായി. പിന്നീട് വേണമെങ്കിൽ ഒരു മാനസികാരോഗ്യ വിദഗ്ധൻ്റെ സേവനം തേടാം, അല്ലെങ്കിൽ വീട്ടുകാരുമായിട്ട് ആലോചിച്ച്, കുടുംബാംഗങ്ങൾ തമ്മിൽ ആലോചിച്ച് എന്താണ് ചെയ്യേണ്ടത്, പ്രായോഗികമായിട്ടുള്ള നിർദ്ദേശങ്ങൾ അവരുമായിട്ട് ചർച്ച ചെയ്തിട്ട് തീരുമാനിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ സാധാരണ ഇപ്പോൾ കുട്ടികളൊക്കെ തന്നെ മുതിർന്ന അല്ലെങ്കിൽ കുട്ടികളിൽ നിന്നൊരു മുതിർന്ന ഒരു സ്റ്റേജിലേക്ക് വരുമ്പോൾ കുഞ്ഞുങ്ങൾ പല സംശയങ്ങളും അച്ഛനമ്മമാരോട് ചോദിക്കാറുണ്ട്, പ്രത്യേകിച്ചും ലൈംഗികമായി ബന്ധപ്പെട്ട ലൈംഗിക അവയവങ്ങളെക്കുറിച്ചൊക്കെ. അപ്പോൾ സാധാരണ അച്ഛനും അമ്മയ്ക്കൊക്കെ പറഞ്ഞു കൊടുക്കാനൊരു ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു തുറന്ന ആശയവിനിമയമൊക്കെ വീട്ടിൽ നടക്കുന്നത് ഇത്തരത്തിലുള്ള ലൈംഗിക അതിക്രമങ്ങൾക്കൊക്കെ ഒരു പരിധിവരെ തടയിടാൻ നമുക്ക് സാധിക്കില്ല. തീർച്ചയായിട്ടും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി. വളരെ ഓപ്പൺ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, അത് ഓൺ ഗോയിങ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, വളരെ സത്യസന്ധമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, അതിനുള്ള ഒരു വേദി വീട്ടിലുണ്ടാകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. പലപ്പോഴും അങ്ങനെ ഒരു സംസാരം, ലൈംഗിക കാര്യങ്ങളെക്കുറിച്ചുള്ളൊരു സംസാരം ഉണ്ടാവണമെങ്കിൽ തന്നെ മുതിർന്ന ആളുകളുടെ, പ്രത്യേകിച്ച് മാതാപിതാക്കളുടെ ചില വിശ്വാസങ്ങൾ പൊളിച്ചെഴുതേണ്ടതായിട്ടുണ്ട്. ഈ വാക്കുകൾ, ലൈംഗികമായിട്ടുള്ള വാക്കുകൾ, ഭാഗങ്ങൾ പറയുന്നതിനെക്കുറിച്ചുള്ള നമ്മുടെ വൊക്കാബുലറി, അതിനോടുള്ള നമ്മുടെ ഒരു അറപ്പും വെറുപ്പും ഒക്കെ നമ്മൾ മാറ്റിയെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് കുട്ടിയോട് വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മളുടെ മൂല്യങ്ങളും നമ്മളുടെ കൺസേൺസും ഒക്കെ നമ്മൾ കുട്ടികളോട് പങ്കുവെക്കണം. എങ്ങനെയാണ്, എന്താണ് സത്യസന്ധമായിട്ടുള്ള രീതിയിലുള്ള ഇടപെടലുകൾ, എൻ്റെ മൂല്യബോധം ഇതാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളും കുട്ടികളോട് പങ്കുവെക്കണം. അപ്പോൾ ഇത്തരത്തിൽ തുറന്ന ഒരു സമീപനമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അതുപോലെ തന്നെ സെക്സ് എന്ന് പറയുന്ന സംഗതിയെ അത് സ്നേഹം, പങ്കുവെക്കൽ, കരുതൽ, പരസ്പര ബഹുമാനം, ഇങ്ങനത്തെ ചില കാര്യങ്ങളുമായിട്ടാണ് റിലേറ്റ് ചെയ്യേണ്ടത്. ഇത്തരം കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി വേണം ലൈംഗികതയെ കുട്ടികളുടെ മുൻപിൽ അവതരിപ്പിക്കുവാനായിട്ട്. അല്ലാതെ അത് അക്രമം അല്ലെങ്കിൽ നീ സംരക്ഷിക്കപ്പെടേണ്ട ഒരു സംഗതിയാണ്, ഭയം, ഇങ്ങനത്തെ ചില കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് പല മാതാപിതാക്കളും ലൈംഗികതയെക്കുറിച്ച് സംസാരിക്കുന്നത്. അതിനേക്കാൾ ഉപരിയായിട്ട് ഇത് സ്നേഹത്തിൻ്റെ ഒരു എന്താ പറയുന്ന ഒരു വലിയ എക്സ്പ്രഷനാണ്. ഇത് പരസ്പര കരുതലിൻ്റെയാണ്, അവിടെ ഒരു പരസ്പര ശുശ്രൂഷയുടെയാണ്, പരസ്പര ബഹുമാനത്തിൻ്റെയാണ്, പരസ്പര കൂട്ടായ്മയുടെയാണ്. ഇങ്ങനെയുള്ള ചില ആശയങ്ങളാണ് പ്രധാനമായിട്ടും കുട്ടികളോട് ഈ ലൈംഗികതയെക്കുറിച്ച് പറയുന്നതിനുള്ള അടിസ്ഥാന ഫിലോസഫി. പിന്നെ ഇപ്പോൾ സാധാരണ ഇപ്പോൾ ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നൊരു സംശയമാണ്, അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് കുഞ്ഞുങ്ങൾക്ക് ആദ്യം മുതൽ ഒരു സേഫ്റ്റിക്ക് ഒരു പ്രിവെൻഷൻ, നമ്മൾ അതായത് ഇത്തരത്തിലൊക്കെ ഒരാളെ സമീപിക്കുമ്പോൾ എങ്ങനെയാണ് കുഞ്ഞിനൊരു പ്രിവെൻഷൻ ഒരു മെത്തേഡ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്? പേഴ്സണൽ സേഫ്റ്റി എന്ന് പറയുന്നത് വെസ്റ്റേൺ രാജ്യങ്ങളിലൊക്കെയുള്ള വളരെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ്. അതിൽ ഒന്നാമതായിട്ട് അവർ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി, നമ്മുടെ ശരീരം എന്ന് പറയുന്നത് നമ്മളുടെ സ്വകാര്യ സ്വത്താണ്, അതിൽ കൈകടത്താനായിട്ട് മറ്റൊരാൾക്കും അവകാശമില്ല. അപ്പോൾ ഇത് വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യമായിട്ട് കുട്ടികളെ മനസ്സിലാക്കണം. രണ്ട്, അമ്മമാർക്കാണെങ്കിലും പെൺമക്കളോട് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ ആൺകുട്ടികളോട് പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിൻ്റെ ശരീരത്തിൽ ആരെങ്കിലും തൊടുകയാണെങ്കിൽ, സ്പർശിക്കുകയാണെങ്കിൽ, ആ സ്പർശനം നിനക്ക് വളരെ ബുദ്ധിമുട്ടുള്ളതാണ്, അസ്വസ്ഥത ഉളവാക്കുന്ന ഒരു അല്ലെങ്കിൽ ഇക്കിളിപ്പെടുത്തുന്ന ഒരു ഫീലിങ്സ് ആകുകയാണെങ്കിൽ സേ നോ. തീർച്ചയായിട്ടും നീ നോ പറഞ്ഞിരിക്കണം.
അതുപോലെ തന്നെ ആ കാര്യം നീ എന്നോട് പറയുകയും ചെയ്യണം. അപ്പം ഇത്തരത്തിലുള്ള ഒരു മെസ്സേജ് അമ്മമാർ കുട്ടികളോട് പറഞ്ഞിരിക്കണം. അതുപോലെ തന്നെ വീട്ടിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും സുഹൃത്തുക്കളുടെ ഇടയിലാണെങ്കിലും ഒരു സപ്പോർട്ട് ഗ്രൂപ്പ് ഉണ്ടാക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പം അങ്ങനെ ഒരു സൗഹൃദ വലയം, കുട്ടികൾക്ക് ഒരു സപ്പോർട്ടിനുള്ള ഒരു നെറ്റ്വർക്കിംഗ് എപ്പോഴും എല്ലായിടത്തും ഉണ്ടാവണം. ഇത്തരത്തിലൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു നല്ല തലമുറയുടെ വളർച്ചയ്ക്ക് സഹായിക്കും. ഡോക്ടർ, എന്തായാലും ലൈംഗിക അതിക്രമത്തിൽ നിന്ന് അല്ലെങ്കിൽ ലൈംഗിക ചൂഷണത്തിൽ നിന്ന് കുട്ടികൾ രക്ഷപ്പെടുന്നതിന് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ ഒരുപിടി കാര്യങ്ങൾ പറഞ്ഞു തന്നതിന് നന്ദി. താങ്ക് യു. വനിത ചർച്ച ചെയ്ത ഈ വിഷയം ശരിക്കും പറഞ്ഞാൽ കുട്ടികൾക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമം ശരിക്കും പറഞ്ഞാൽ സാമൂഹ്യ ശ്രദ്ധ ഇനിയും വേണ്ടി വരുന്ന ഒരു വിഷയമാണല്ലേ. നമ്മുടെ വീടുകളിൽ പോലും നമ്മുടെ കുഞ്ഞുങ്ങൾ സുരക്ഷിതരല്ല എന്നുള്ള അറിവ് എല്ലാ മാതാപിതാക്കളെയും ഞെട്ടിപ്പിക്കുന്നതാണ്. ഇന്നത്തെ വനിത ഇവിടെ പൂർണ്ണമാവുകയാണ്. വനിതയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കുമായി ഞങ്ങൾ കാത്തിരിക്കുന്നു. ഞങ്ങളുടെ വിലാസം പ്രൊഡ്യൂസർ വനിത, മനോരമ ന്യൂസ്, അരൂർ, ആലപ്പുഴ. ഞങ്ങളുടെ വെബ്സൈറ്റ് www.manoramanews.com/vanitha. ഇന്നത്തെ വനിതാ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി മനോരമ ന്യൂസിൽ വാർത്തകളാണ് കാണുക.